ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയില്ലേ നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ. അപ്പോൾ ഫോണിന് ചെറിയൊരു കംപ്ലൈൻ്റൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മുൻഭാഗത്ത് അംഗൻവാടിയിൽ ഒരു അമൃതം പൊടി കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകാനൊരു മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയതാണ്. അമൃതം പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അമൃതം പൊടി നല്ലപോലെ വറുത്തെടുത്ത് അതിനുശേഷം ഇങ്ങനെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ ബീട്രൂട്ട്, മുരിങ്ങയില, കാബേജ് അതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ വേണമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വറുക്കലും പൊരിക്കലും ഒന്നും ഞാൻ ചെയ്തില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് അംഗൻവാടി പൊടി അതുപോലെ നല്ലപോലെ അമൃതം പൊടി വറുത്തിട്ട് അതിൽ കുറച്ച് ശർക്കര പാവൊന്ന് ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും പഴവും കൂടെ നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ട് അതും കൂടെ ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കയ്യിൽ നെയ്യൊക്കെ പുരട്ടിയിട്ടൊന്ന് ബോളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാൻ അമൃതം പൊടി കൊണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേശ്ശെയൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ഒരുപാടൊന്നും വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല. എല്ലാവരും ചെയ്യണതല്ലേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പോയപ്പോൾ അവിടെ വന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടീച്ചറും പറഞ്ഞു നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഇടിയപ്പമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ മാസം ലാസ്റ്റ് പഞ്ചായത്തിലൊരു പരിപാടി ഉണ്ട്, ഇതിൻ്റെ തന്നെ ഒരു മത്സരമുണ്ട്. അപ്പോൾ അതിലെന്തായാലും ബദർനിസ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കാണാം. അങ്ങനെ ഞാനിതാ 2 ഐറ്റം ഉണ്ടാക്കിയിട്ട് ഞാൻ അംഗൻവാടിക്ക് പോവുകയാണ്. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഒക്കെയാണ് ഒന്ന് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ അംഗൻവാടി ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ മുൻഭാഗത്ത് തന്നെയാണ്. ഞാൻ കുറേ വീഡിയോയിലൊക്കെ ഞാൻ കാട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ഇതാ ഓരോരുത്തരും ഓരോ വക ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർ അട ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചെറുപയർ പുഴുങ്ങിയത്, അതുപോലെ തന്നെ ആ ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്, അരിയും അമൃതം പൊടിയും കൂടി ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പഴംപൊരി, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി എല്ലാവരും ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അമൃതം പൊടിയൊക്കെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഇടിയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിലവർക്കൊന്നും കിട്ടാൻ വഴിയില്ലെങ്കിലും അങ്ങനെ ആരെങ്കിലും അടുത്ത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഉണ്ടാവും. ചില കുട്ടികളൊന്നും അധികം ഇത് കഴിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും ഇഷ്ടംപോലെ ഉണ്ടാകുമെങ്കിൽ ഒരു പാക്കറ്റൊക്കെ മേടിച്ചിട്ടൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇത് എന്നിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം തന്നെ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചരിയും ചോറും ഉഴുന്നും അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടൊക്കെ ഒന്ന് അരച്ച് വെച്ചാണ്. അപ്പോൾ മാവൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുത്തു. ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, എന്നും കാണിക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇഡ്ഡലി ഞാൻ തുണി വെച്ചിട്ടൊന്നും അല്ല ഇഡ്ഡലി ഒഴിക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് ഒഴിക്കുക. അപ്പോൾ അധികം ഒട്ടിപ്പിടിക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ലപോലെ ശരിക്കും കിട്ടും. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം സ്പൂണ് കൊണ്ട് ഇതൊന്ന് എടുക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൻ്റെ മൂട് ഭാഗം ഒന്ന് വെള്ളത്തിലൊന്ന് കാണിക്കാം കേട്ടോ. ഒന്ന് വെള്ളം തുറന്ന് വിട്ടിട്ട്, പൈപ്പ് തുറന്ന് വിട്ടിട്ട് ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് വേണം എടുക്കാൻ. പിന്നെ തേങ്ങ, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് അരച്ചെടുത്ത ചമ്മന്തിയാണ് കേട്ടോ ഇഡ്ഡലിക്ക്. വേറെ സാമ്പാറും കറികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കലൊക്കെ എല്ലാവരും കൂടി കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് ലാസ്റ്റ് ഇരുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ചായയൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ ഫോണ് ഹാങ് ആവുന്നത് കൊണ്ട് കുറേശ്ശെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉമ്മാക്ക് കുളിക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചതാണ്. പിന്നെ കിറ്റ് പച്ചക്കറി മേടിച്ചപ്പോൾ കുറേശ്ശെ പച്ചക്കറികളാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു കപ്പയ്ക്ക, പിന്നെ ഒരു കായ, കുറച്ച് ബീൻസ് എല്ലാം കൂടെ ഒക്കെ ഇരുന്നിട്ട് പൊട്ടിയായി അങ്ങോട്ട് മുറിച്ച് തന്നു കേട്ടോ. എന്നിട്ട് അത് ഞാൻ എല്ലാം കൂടെ മിക്സഡ് മെഴുക്ക് വരട്ടി അങ്ങോട്ട് ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. കയ്പ്പയ്ക്കൻ്റെ കയ്പ്പൊന്നും വലിയൊരു കയ്പ്പായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ കാബേജും കായയും ബീൻസ്, കയ്പ്പയ്ക്ക കേട്ടോ,
അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് മൈസൂർ ദാൽ പരിപ്പാണ്, ഒരു ഓറഞ്ച് കളർ പരിപ്പുണ്ടല്ലോ അതാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വഴറ്റിയെടുത്തിട്ടും സാമ്പാർ വയ്ക്കാറുണ്ട്, ഇങ്ങനെയും വെക്കണ്ട. അപ്പോൾ ഞാൻ ആ പരിപ്പിലേക്ക് കുറച്ച് വഴുതിരിങ്ങ, വെള്ളരി, കുമ്പളങ്ങ, മുരിങ്ങക്കായ, പിന്നെ സബോള, തക്കാളി എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കിറ്റ് പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ എല്ലാ പച്ചക്കറികളും കുറേശ്ശെ അതിൽ കിട്ടുമല്ലോ, അപ്പോൾ അതിലൊരു സാമ്പാറാക്കി എടുക്കാനാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കുക്കറിലൊന്നും അല്ല, അടുപ്പത്ത് തന്നെ ഇട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഫോണിൻ്റെ കുഴപ്പമാണ് കേട്ടോ, ഈ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതൊക്കെ. പിന്നെ ഇത് ടീ പെരിങ്കായമാണ്. അപ്പോൾ ഈ പെരിങ്കായം കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. ഞാനത് വ്യക്തമായിട്ട് കാണിക്കുന്നതും പറയുന്നതും വെച്ചാൽ ഒരുപാട് വീഡിയോയിലൊക്കെ ഇങ്ങനെ കായം പെരിങ്കായം എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും അത് അറിയില്ല കേട്ടോ. അപ്പോൾ കട്ടക്കായം കാണാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ പൊടിക്കായം മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഈ കട്ടക്കായം കേട്ടോ. അപ്പോൾ ഞാൻ ആ കട്ടക്കായവും കൂടെ കുറച്ച് ചെറിയൊരു പീസ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ അജ്മിൻ്റെ ഒരു 10 രൂപൻ്റെ പാക്കറ്റ് സാമ്പാർ പൊടിയും കുറച്ച് പെരിങ്കായും കേട്ടോ, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പരിപ്പും കഷ്ണങ്ങളെല്ലാം ഒപ്പം തന്നെ ഒരേപോലെ വെന്ത് കിട്ടും ഇങ്ങനെ വെച്ചാലും കേട്ടോ. പെട്ടെന്ന് ഒരു എളുപ്പപ്പണിയുള്ള സാമ്പാറാണ്. എന്നിട്ട് ഞാൻ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കുകയാണ്. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ലേശം ഉപ്പും ഇട്ടിട്ട് വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കുകയാണ്. പിന്നെ പുളിയും കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി ആദ്യം തന്നെ ഒന്നും ഒഴിച്ചു കൊടുക്കില്ല, കാരണം പുളിപ്പൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് കഷ്ണങ്ങളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അത് തീയൊക്കെ നല്ല ഉഷാറായി കത്തിയത് കൊണ്ട് തന്നെ കഷ്ണങ്ങളും പരിപ്പും പെട്ടെന്ന് വെന്തുടഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വാട്ടി വെച്ച വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ശേഷം പുളിവെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി സാമ്പാറൊക്കെ റെഡിയായി. അപ്പോൾ സാമ്പാർ പൊടി ഇല്ലെങ്കിലും ഇതേപോലെ സാമ്പാർ വെക്കാം, കുറച്ച് കായം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ശേഷം പുളിയൊക്കെ ഞാൻ പിഴിഞ്ഞ് വെള്ളം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ആ വാട്ടിയ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ആ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഒട്ടും കറണ്ട് ഇല്ലായിരുന്നു, നല്ല മഴയും ഉണ്ട്. അപ്പോൾ ഒരു ഹെഡ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ അടുപ്പിൻ്റെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, തീരെ വെട്ടം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ജനാല തുറന്നിട്ടാലും വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിതാ പിന്നെ സാമ്പാർ കടുക് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതുപോലെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അംഗൻവാടിയിൽ നിന്ന് ടീച്ചർ ഫോൺ ചെയ്തിരുന്നു. ഒരു 3:15 ഇങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഫുഡ് ഫെസ്റ്റിൻ്റെ ഇന്നലെ കാണിച്ചല്ലോ ഞങ്ങൾ പോയല്ലോ. അപ്പോൾ അതേപോലെ പച്ചക്കറികളുടെ ഫോട്ടോസൊക്കെ കുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തൊരു ഫോട്ടോ ഒക്കെ എടുക്കാനാണ്. പിന്നെ അവിടെ കുറേ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ടീച്ചർക്ക് എടുത്ത് അയച്ചു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് കോള് വന്നത്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3:30 ഞാനും മോളും അയാൻകുട്ടിയും കൂടെ പോയി. 4-ാം തീയതി എക്സാം ഉള്ളത് കൊണ്ട് തന്നെ 3-ാം തീയതി മോൾക്കൊക്കെ സ്കൂൾ ലീവായിരുന്നു. അപ്പോൾ മോൾ അന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഈ ഒരു മിക്സഡ് മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഐറ്റംസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇതുപോലൊരു മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിക്കോളൂ, അടിപൊളിയാണ്. അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലവർക്ക് വീട്ടിലെല്ലാ ഐറ്റംസും ഉണ്ടാകും, എങ്ങനെ വെക്കണം എന്ത് ചെയ്യണമെന്നും അറിയാതെ ഒരു പിടിയും ഒരു ഐഡിയയും കിട്ടാതെ ഇരിക്കുന്നവരും ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ അംഗൻവാടിയിലൊക്കെ പോയി. പിന്നെ കുട്ടികളുടെ കയ്യിൽ ടീച്ചർ ഓരോ ഫോട്ടോസൊക്കെ കൊടുത്ത് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോട്ടെ ടീച്ചർ. പിന്നെ അവിടെ സംഭവങ്ങളൊക്കെ ഗ്രീൻ ബീൻസ്, പച്ചമുളക്, ക്യാരറ്റ്, സവോള, തക്കാളി, ഉരുളക്കിഴങ്ങ് എല്ലാം നിരത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതും കുറേ ഫോട്ടോ ഒക്കെ എടുത്തോട്ടാ. അപ്പോൾ അയാൻകുട്ടിയാണെങ്കിൽ അവിടെ കളിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൽ കളിക്കാനാണ് അവന് ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പോൾ അവൻ ഫോട്ടോസൊന്നും ശരിക്കും പിടിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ മോൾ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ കയ്യിൽ കൊടുക്കണമൊക്കെ ഉണ്ട്, നേരെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്.
മാത്രമല്ല അംഗൻവാടിക്ക് അയാൻകുട്ടിനെയും കൊണ്ട് പോകാൻ തന്നെ ഒരു പേടിയാണ്. അവിടെ പോയാൽ മറ്റുള്ള കുട്ടികളിലൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങും. കാരണം അവിടെയുള്ള സൈക്കിള് കളിപ്പാട്ടങ്ങളൊന്നും അവർക്കെടുത്ത് കളിക്കാൻ പറ്റില്ല കേട്ടോ. ഇവൻ പോയാൽ അത് ഇവൻ തന്നെ കളിക്കണം. അവരെടുത്ത് കളിച്ചാൽ പിന്നെ തുടങ്ങും ഇവൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാനും അവരെ അടിക്കാനൊക്കെ കേട്ടോ. പിന്നെ അംഗൻവാടി പരിപാടിയിലെല്ലാം കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ കറണ്ട് വന്നത്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് പിറ്റേ ദിവസത്തേക്ക് ദോശയ്ക്കുള്ള അരിയും ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് ബോറടിക്കുകയല്ല കേട്ടോ. എന്തെങ്കിലും എങ്ങനെയെങ്കിലും 10 റുപ്യ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെറിയ മക്കളിനെയും വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യാൻ അതിനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ മോനെ നോക്കാനും ഇവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് പീസുകളൊക്കെ കുറേ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ ശേഖരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചിങ്ങനെ ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ അതിന് ക്രഞ്ചീസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇത് എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് കൈ കൊണ്ട് തുന്നിയിട്ട് ഞങ്ങൾ തലയിലിട്ട് നടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങളന്ന് പുഴുവുണ്ട അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക. ബുഷ് പുഴുവുണ്ട അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയുക. പക്ഷെ ഇന്നിപ്പോൾ അതിങ്ങനെ ക്രഞ്ചീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് നല്ലൊരു മോഡലായിട്ട് അത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മെഷീനിലൊക്കെ ഒന്ന് ഫുള്ളൊന്ന് എണ്ണയൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഇക്ക ഒരു നെയ്റ്റ് തയ്ക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക നെയ്റ്റ് തയ്ച്ചിട്ട് പകുതിയായി. അപ്പോൾ ഇങ്ങനെ നൂലിടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോണു മെഷീൻ വല്ലാത്ത സൗണ്ട് പറഞ്ഞപ്പോൾ ആളവിടെ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് വന്നതിന് ശേഷം മെഷീനിൽ ഫുള്ളൊന്ന് ഓയിൽ കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളൊന്ന് ഓയിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇക്ക ബാക്കി പണിയും കൂടെ ഒന്ന് പൂർത്തിയാക്കിയത്. അപ്പോൾ ഇവിടെ ഒരു സാരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു നെയ്റ്റി അടിച്ചു തരാൻ പറഞ്ഞിട്ട് അവർ വെട്ടി നെയ്റ്റിയൊക്കെ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആൾക്കെല്ലാം തയ്ക്കാനൊക്കെ അറിയും, എന്നാൽ മെഷീനിലിരിക്കാൻ ഭയങ്കര മടിയാണ്. പാവാട, ബ്ലൗസ്, ചുരിദാർ, നെയ്റ്റി എല്ലാം വെട്ടി തയ്ക്കണ്ട. മുൻപൊക്കെ നമുക്കൊക്കെ തെച്ച് തന്നാണ്. ഇപ്പോൾ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ മെഷീനിലിരിക്കാനൊക്കെ. ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോഴൊക്കെ തയ്ക്കാറുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിക്കും തയ്ക്കും അതൊക്കെ ചെയ്യും. അപ്പോൾ തീരെ വെളിച്ചമൊന്നുമില്ല. പിന്നെ നൂല് കോർക്കാനൊന്നും തീരെ പറ്റണില്ല കേട്ടോ. കാഴ്ചയൊക്കെ ആകെ എന്തോ ആയ പോലെയാണ്. അപ്പോൾ ചെറിയ എഴുത്തൊന്നും എനിക്ക് വായിക്കാൻ പറ്റണില്ല. അപ്പോൾ മെഷീനിൽ നൂല് കോർത്ത് തരലൊക്കെ മോളാണ്. അപ്പോൾ കുറേ ബുദ്ധിമുട്ടിയതിന് ശേഷം ഒരുപാട് നേരം കഴിഞ്ഞാലേ എനിക്ക് നൂല് കോർക്കാനൊക്കെ കിട്ടുള്ളൂ. അനുജത്തി ഒരു ടൈലർ ഷോപ്പിൽ വർക്കിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുറേ കട്ട് പീസുകളൊക്കെ ഞാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു, വേണമെന്ന് പറഞ്ഞു. എന്നിട്ടൊരു 2-3 ദിവസം മുമ്പ് എനിക്ക് എൻ്റെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒക്കെയും കൂടെ പോയിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ആ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ആ കട്ട് പീസുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് നല്ല നല്ല കട്ട് പീസുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുകൊണ്ട് വല്ല തലയാണി കവറൊക്കെ തയ്ക്കാം, പില്ലോ കവറൊക്കെ തയ്ക്കുകയാണെങ്കിലും തയ്ച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ കൊണ്ടൊരു ക്രഞ്ചീസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഏത് ഭാഗത്തൂടെയാണ് നമുക്ക് വെളിച്ചം കിട്ടുക എന്നൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്ന എല്ലാ വഴിയും പോവുക. അപ്പോൾ കിട്ടുന്ന എന്തൊക്കെയാണോ ട്രൈ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ട്രൈ ചെയ്യുക, അതാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ കുറച്ച് ക്രഞ്ചീസൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറേ തുണികളൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അളന്ന് മുറിച്ച് വെക്കാനാണ്. പിന്നെ അയാൻകുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് മെഷീനിൽ ഒരുപാട് നേരം അടിക്കാൻ പറ്റില്ല. അവൻ ഉറങ്ങുന്ന സമയത്ത് മെഷീനിലിരിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവൻ സൂചിൻ്റെ ഇടയിൽ വന്ന് കൈ കയറ്റും, അല്ലെങ്കിൽ മെഷീനിൽ ചവിട്ടും, ബെൽറ്റ് പിടിച്ച് വലിക്കും, അങ്ങനെ പലതും അവൻ ചെയ്യണ്ട. അപ്പോൾ ഈ സമയമൊക്കെ അവൻ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മോളും കൂടെ ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു 30 നീളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇറക്കം. പിന്നെ വീതി വന്നിട്ട് ഒരു 4 ഇഞ്ച് വീതിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീതിയും നീളമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെല്ലമൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല നല്ല കട്ട് പീസുകളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തൊക്കെ ടൈലർ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇതുപോലെ കട്ട് തുണികളൊക്കെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവരെന്തായാലും അത് കളയാൻ വേണ്ടിയിട്ടോ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചതായിരിക്കും. അവർക്ക് അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന ഉപകാരങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്കെല്ലാം അറിയും എന്നൊന്നുമല്ല, ഞാൻ എന്താ ചെയ്യുന്നത് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനത് തയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ പീസുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് കുറച്ച് ഇഞ്ചിയൊക്കെ വിലക്കുറവിൽ കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി ചെത്തി ഉണക്കി തുടച്ച് വെച്ചിരിക്കുകയാണ്. ഒന്ന് നല്ലപോലെ അരച്ച് ഫ്രീസറിൽ വെക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പറ്റിയാൽ ഞാൻ ഇടാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.